ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലിയിലെ ഫസ്റ്റ് യൂണിറ്റിലെ 3rd ചാപ്റ്ററാണ്. അതായത് ഫസ്റ്റ് യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്ററായ മനസ്സിലെ കിളി എന്ന ചാപ്റ്ററിലെ വിശദീകരണവും അതുപോലെ തന്നെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. മരങ്ങളിൽ കുടിപ്പാർത്ത് ശബ്ദവീചികൾ തീർത്ത് അനേകം പക്ഷികൾ ഇത്തരം കൗതുകങ്ങൾ കുഞ്ഞു ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്നു. നമുക്ക് വായിച്ചു നോക്കാം. മനസ്സിലെ കിളി. വേനൽ അവധിക്കാലം വന്നു. പിക്ലുവിന് സ്കൂളിൽ പോകേണ്ടതില്ല. എന്നിട്ടും രാവിലെ തന്നെ അവൻ ഉണർന്നു. ഉറക്കച്ചടവോടെ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് അവൻ പൂന്തോട്ടത്തിലിറങ്ങി. അവൻ്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നു. കാരണം കിളികളുടെ കലപില ശബ്ദങ്ങളാണ് എന്നും രാവിലെ അവനെ ഉണർത്തിയിരുന്നത്. പൂന്തോട്ടത്തിലെത്തിയ പിക്ലു പക്ഷികളെ തിരഞ്ഞു. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കുരുവി, വായാടിക്കിളി, ബുൾബുൾ, തത്ത തുടങ്ങി പലതരം പക്ഷികളെ അവൻ കണ്ടു. ഓരോരുത്തരായി അവനെ സന്തോഷപൂർവ്വം എതിരേറ്റു. 1, 2, 3 ഇങ്ങനെ ഓരോന്നിനെയായി പിക്ലു എണ്ണി തുടങ്ങി. അങ്ങനെ കണ്ടും ആസ്വദിച്ചും എണ്ണിയും അവൻ ഗേറ്റിനു വെളിയിലെത്തി. പെട്ടെന്ന് മഞ്ഞു ചുണ്ടുള്ള 2 മൈനകൾ അവൻ്റെ തലയ്ക്കു മുകളിലൂടെ പറന്നുപോയി. പിക്ലുവിന് സന്തോഷമായി. അവൻ ആനന്ദത്തോടെ കൈകൊട്ടി. സന്തോഷം തിരിച്ചു കാട്ടും പോലെ പൂക്കൾ തലയാട്ടി ആഹ്ലാദം കൊണ്ടു. തേനീച്ചകൾ മുരളുന്നത് അവൻ കേട്ടു. സൂര്യൻ മുന്നോട്ടു പോയി. പകൽ രാത്രിയായി. അടുത്ത ദിവസം അതിരാവിലെ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ഒരു മൈന കൂട്ടിനകത്ത് കിടന്നു പിടയ്ക്കുന്നു. ആ മൈനയുടെ ഒരു കാൽ ചങ്ങല കൊണ്ട് കെട്ടിയിരിക്കുന്നു. ആരാണ് അതിനെ ചങ്ങല കിട്ടതെന്ന് പിക്ലു അത്ഭുതപ്പെട്ടു. വേഗം തന്നെ അമ്മയോടത് ചോദിക്കാൻ അവൻ ഓടി. തൻ്റെ ചേട്ടനായ ഡോട്ടനാണ് അടുത്തുള്ള കാട്ടിൽ നിന്ന് ആ മൈനയെ പിടിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ കാലുകൾ കെട്ടി കൂട്ടിലടച്ചത്. ആ മൈന വളരെ സങ്കടത്തിലാണെന്നും ഒന്നും തിന്നുന്നില്ലെന്നും പിക്ലു ശ്രദ്ധിച്ചു. മാത്രമല്ല അത് ഇടയ്ക്കിടെ ദയനീയമായി കരഞ്ഞുകൊണ്ടേയിരുന്നു. ആ പക്ഷിയെ ഓർത്ത് പിക്ലുവിന് സങ്കടമായി. മൈനയുടെ കരച്ചിൽ കേട്ട് മറ്റു പക്ഷികളൊന്നും പൂന്തോട്ടത്തിൽ വന്നില്ല. എന്തു വേണമെന്നറിയാതെ അവൻ അമ്പരന്നു. പെട്ടെന്ന് അവനൊരാശയം തോന്നി. ഒരു കസേര കൊണ്ടുവന്ന് അതിനു മുകളിൽ കയറി നിന്ന് പക്ഷിക്കൂട് തുറന്നു. കൂട് തുറന്നയുടനെ മൈന സന്തോഷത്തിൽ അവനെ നോക്കി. പിക്ലു മൈനയുടെ കാലിലെ കെട്ടഴിച്ച് അതിനെ കയ്യിലെടുത്തു മൃദുവായി തലോടി. അതിനുശേഷം അവൻ അമ്മയെ വിളിച്ചു. കുറച്ചു തൈലവുമായി വന്ന അമ്മ പക്ഷിയുടെ മുറിവേറ്റ കാലിൽ കുഴമ്പ് പുരട്ടി. മൈനയ്ക്ക് ആശ്വാസം തോന്നി. അത് പിക്ലുവിനെ നോക്കി പുഞ്ചിരിച്ചു. അവൻ സ്നേഹപൂർവ്വം അതിനെ ലാളിച്ചു. ആ മൈനപ്പെണ്ണ് മനോഹരമായ പാട്ടുപാടി. ആ പാട്ട് കേട്ട് ഉദ്യാനത്തിൽ മറ്റു പക്ഷികൾ പറന്നു വന്നു കളിക്കാനും തുടങ്ങി. പലയിനം പക്ഷികൾ അവിടെ വന്നു നിറഞ്ഞു. പൂന്തോട്ടത്തിലേക്ക് പോയ മൈന ഒരു മരക്കൊമ്പിൽ കയറി. ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് അത് ചാടി. ഒടുവിൽ മൈന പറന്നുപോയി. നീലാകാശത്തിൻ്റെ വിശാലതയിലേക്ക് പറന്നുപോയി. കിഴക്കേ ആകാശത്തിൽ സൂര്യൻ ചുവന്നു തിളങ്ങി. പൂന്തോട്ടത്തിലെ സുന്ദര പുഷ്പങ്ങൾ പ്രഭാത കിരണങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടു. തുമ്പികൾ ചിറകുവിടർത്തി നൃത്തം ചെയ്തു. തേനീച്ചകളും പൂമ്പാറ്റകളും വർണ്ണ പുഷ്പങ്ങൾക്കു ചുറ്റും ആഹ്ലാദത്താൽ ഇളകി മറഞ്ഞു. എല്ലാവരും സന്തുഷ്ടരായി കണ്ടു. എന്നാൽ പിക്ലു ദുഃഖിതനായിരുന്നു. മൈന അതിൻ്റെ അമ്മയെ കണ്ടെത്തുമോ? അതിന് വീട്ടിലേക്കുള്ള വഴി അറിയുമോ? അടുത്ത ദിവസം അതിരാവിലെ ആരോ തൻ്റെ പേര് വിളിക്കുന്നതായി പിക്ലു കേട്ടു. അവൻ പുറത്തേക്ക് ഓടി. താൻ കൂട്ടിൽ നിന്ന് സ്വതന്ത്രയാക്കിയ മൈന അവളുടെ അമ്മയുമായി പൂമരക്കൊമ്പിലിരിക്കുന്നു. പിക്ലു അച്ഛനെയും അമ്മയെയും ചേട്ടനെയും വിളിച്ചു. സന്തോഷത്തോടെ ആർത്തു വിളിച്ചു. ഹായ് ഹായ് ഹൂയ്. ആഹ്ലാദത്തിമിർപ്പിൽ അവൻ ആറാടി. തൻ്റെ മനസ്സിലെ പക്ഷി പറന്നു ചെന്ന് പ്രകൃതിയിലെ പക്ഷിയെ കണ്ടുമുട്ടിയ സന്തോഷ അനുഭവം പിക്ലുവിനുണ്ടായി. മനസ്സിലെ കിളി. ബിപിലേന്ദ്ര ചക്രവർത്തിയുടെ മനസ്സിലെ കിളി എന്നൊരു കഥാഭാഗമാണല്ലേ കൂട്ടുകാരെ നമ്മൾ വായിച്ചത്. വളരെയധികം സന്ദേശം, അതുപോലെ തന്നെ വളരെയധികം ഒരു രസകരമായൊരു കഥയായിരുന്നല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായി നോക്കിയാലോ. വായിക്കാം, പറയാം. പൂന്തോട്ടത്തിൽ പിക്ലുവിനെ എതിരേറ്റത് ആരെല്ലാം? പൂന്തോട്ടത്തിൽ പിക്ലുവിനെ എതിരേറ്റത് ആരെല്ലാമായിരുന്നു എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ആരെല്ലാമായിരുന്നു കൂട്ടുകാരെ? ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. വേനൽ അവധിക്കാലത്ത് അതിരാവിലെ എഴുന്നേറ്റ് ഉറക്കച്ചടവോടെ പൂന്തോട്ടത്തിലെത്തിയ പിക്ലുവിനെ എതിരേറ്റത് കുരുവി, വായാടിക്കിളി, ബുൾബുൾ, തത്തി തുടങ്ങി പലതരം പക്ഷികളാണല്ലേ. ബുൾബുൾ, തത്ത തുടങ്ങി പലതരം പക്ഷികളാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ദിവസം രാവിലെ പിക്ലു കണ്ട കാഴ്ച എന്തായിരുന്നു? അടുത്ത ദിവസം രാവിലെ പിക്ലു കണ്ട കാഴ്ച എന്താണ്?
കണ്ട കാഴ്ച കൂട്ടിനകത്ത് കിടന്ന് പിടയ്ക്കുന്ന മൈനയെയാണല്ലേ. ആ മൈനയുടെ ഒരു കാൽ ചങ്ങല കൊണ്ട് കെട്ടിയിരുന്നു. അടുത്ത ദിവസം രാവിലെ പിക്ലു കണ്ട കാഴ്ച കൂട്ടിനകത്ത് കിടന്ന് പിടയുന്ന ഒരു മൈനയാണ്. ആ മൈനയുടെ ഒരു കാല് ചങ്ങല കൊണ്ട് കെട്ടിയിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കൂട്ടിൽ കിടന്ന മൈനയെ പിക്ലു എന്താണ് ചെയ്തത്? എന്താ ചെയ്തത് കൂട്ടുകാരെ? കൂട്ടിൽ കിടക്കുന്ന മൈനയെ ഓർത്ത് സങ്കടപ്പെട്ടു അല്ലേ. ഒരു കസേര കൊണ്ടുവന്ന് അതിന് മുകളിൽ കയറി നിന്ന് കൂട് തുറന്ന് കൂട്ടിൽ കിടന്ന മൈനയുടെ കാലിലെ കെട്ടഴിച്ച് അതിനെ സ്വതന്ത്രയാക്കി. ശേഷം അതിനെ കയ്യിലെടുത്ത് മൃദുവായി തലോടിയ ശേഷം അമ്മയെ വിളിച്ച് മൈനയുടെ മുറിവേറ്റ കാലിൽ കുഴമ്പും പുരട്ടി പിടിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ആര് ചെയ്തത്? ആ കൂട്ടിൽ കിടന്ന മൈനയെ പിക്ലു ചെയ്തതല്ലേ. എന്നാൽ പിക്ലു ദുഃഖിതനായിരുന്നു. കാരണം എന്തായിരുന്നു പിക്ലു ദുഃഖിതനാവാനുള്ള കാരണം? എന്തായിരുന്നു? കൂട് തുറന്ന് മൈനയെ സ്വതന്ത്രയാക്കുകയും അത് ആകാശത്തേക്ക് പറന്നുയരുകയും ചെയ്തുവെങ്കിലും പിക്ലു ദുഃഖിതനായിരുന്നു. മൈന അതിൻ്റെ അമ്മയെ കണ്ടെത്തുമോ എന്നോർത്തായിരുന്നു പിക്ലുവിൻ്റെ ദുഃഖം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പിക്ലുവിൻ്റെ സന്തോഷ അനുഭവം എന്തായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. എന്തായിരുന്നു? കൂട് തുറന്ന് താൻ സ്വതന്ത്രയാക്കിയ മൈന അതിൻ്റെ അമ്മയെ കണ്ടെത്തിയല്ലേ. അമ്മയോടൊപ്പം പൂമരക്കൊമ്പിലിരിക്കുന്ന കാഴ്ച കണ്ട് പിക്ലുവിൻ്റെ മനസ്സ് നിറഞ്ഞു. തൻ്റെ മനസ്സിലെ പക്ഷി പറന്നു ചെന്ന് പ്രകൃതിയിലെ പക്ഷിയെ കണ്ടുമുട്ടിയതാണ് പിക്ലുവിൻ്റെ സന്തോഷാനുഭവം അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് കണ്ടെത്തി എഴുതാം എന്നുള്ളതാണല്ലേ. പിക്ലുവിൻ്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നു എന്ന് പറയാനുള്ള കാരണം എന്താവാം? എന്താണ് കൂട്ടുകാരെ പറയാനുള്ള കാരണം? അതായത് എന്താണ്? കിളികളുടെ ലോകമാണല്ലേ പിക്ലുവിൻ്റേത്. കിളികളിലൂടെയാണ് അവൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത്. കാരണം എന്നും അവയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് അവൻ ഉറക്കമുണരുന്നത്. അന്ന് രാവിലെ പൂന്തോട്ടത്തിലെത്തിയപ്പോൾ ആദ്യം കിളികളെയൊന്നും അവൻ കണ്ടില്ല. അതവൻ്റെ മനസ്സിനെ അശാന്തമാക്കി. അവൻ്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നു എന്ന വരി പിക്ലുവിൻ്റെ മനസ്സിലെ പക്ഷികളോടുള്ള ആഴമേറിയ വൈകാരിക ബന്ധത്തെയാണ് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിക്ലുവിൻ്റെ ചേട്ടൻ മൈനയെ പിടിച്ചു കൂട്ടിലാക്കി. പിക്ലു ചേട്ടനോട് ചോദിക്കുക പോലും ചെയ്യാതെ അതിൻ്റെ കെട്ടഴിച്ച് പറത്തിവിട്ടു. അവൻ അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാകാം? എന്തുകൊണ്ടാണ് കൂട്ടുകാരെ? എന്താണ്? കിളികൾ മാനത്ത് പറന്ന് നടക്കേണ്ടവയാണെന്ന ബോധ്യമുള്ള കുട്ടിയാണ് ആര്? അതെ, പിക്ലു അല്ലേ. അവയെ കൂട്ടിലിട്ട് വളർത്തുന്നതിനോട് അവന് യോജിപ്പില്ല. ചങ്ങലയിട്ട് മൈനയുടെ വേദന അവന് മനസ്സിലായി. അതിന് ചേട്ടനോട് ചോദിക്കാതെ തന്നെ അവൻ അതിനെ മോചിപ്പിച്ചു. മൈനയുടെ മോചനത്തിലൂടെ പിക്ലു തൻ്റെ സഹാനുഭൂതിയും ദയയും പ്രകടിപ്പിക്കുകയും സ്വാതന്ത്ര്യത്തിനായുള്ള മൈനയുടെ ആഗ്രഹത്തെ മാനിക്കുകയും ചെയ്യുന്നു. തൻ്റെ ചേട്ടൻ്റെ കോപത്തിന് ഇരയാകുമെന്ന് അറിഞ്ഞിട്ടും മൈനയുടെ സ്വാതന്ത്ര്യത്തിനായി നിലകൊള്ളുന്നുവെന്ന് അവൻ്റെ ധൈര്യത്തെയും നീതിബോധത്തെയും എടുത്ത് കാണിക്കുന്നു അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പക്ഷികളെ ഇഷ്ടപ്പെടുന്ന പലരും അവരെ കൂട്ടിലടച്ച് വളർത്താറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ചർച്ച ചെയ്യുക. ചിലപ്പോൾ നിങ്ങളും ചെയ്യാറുണ്ടല്ലേ. നിങ്ങളും കൂട്ടിലടച്ച് വളർത്താറുണ്ടോ? ചില കൂട്ടുകാരുടെയൊക്കെ വീട്ടിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ യോജിക്കുന്നുണ്ടെന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ നിങ്ങളെന്താണ്? നമുക്ക് ആൻസർ എഴുതാം. പക്ഷികളോടുള്ള സ്നേഹം അവയുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നതിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ സന്തോഷത്തിനു വേണ്ടി അവയെ കൂട്ടിലടച്ച് വളർത്തുന്നത് സ്വാർത്ഥതയും ക്രൂരതയുമാണ്. കൂട്ടിലടച്ചാൽ ഒരു പക്ഷിയുടെ സ്വാഭാവിക ജീവിതം നഷ്ടപ്പെടും. അവയ്ക്ക് സ്വതന്ത്രമായി പറക്കാനും ഇണയെ കണ്ടെത്താനും കൂട്ടുകൂടാനുമുള്ള അവസരം നിഷേധിക്കപ്പെടും. അവയെ സ്വതന്ത്രമായി വിഹരിക്കാൻ അനുവദിക്കുക എന്നത് പ്രകൃതിയോടുള്ള നമ്മുടെ കടമയാണ്. പ്രകൃതിയുടെ ഭാഗമായ കിളികൾ പാറിപ്പറന്ന് ഈ ആകാശത്ത് വിരാജിക്കട്ടെ. അവയെ കൂട്ടിലടയ്ക്കാൻ മനുഷ്യന് യാതൊരു അവകാശവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? നിങ്ങളുടേതായ അഭിപ്രായം ഇവിടെ എഴുതാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പേരിനു പകരം പദം എഴുതാം. പിക്ലു അതിരാവിലെ തന്നെ ഉണർന്നു. പിക്ലു കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് പൂന്തോട്ടത്തിലിറങ്ങി. പൂന്തോട്ടത്തിലെത്തിയ പിക്ലു പക്ഷികളെ തിരഞ്ഞു. പലതരം പക്ഷികളെ പിക്ലു കണ്ടു. ഓരോരുത്തരായി പിക്ലുവിൻ്റെ സന്തോഷപൂർവ്വം എതിരേറ്റു. 2 മൈനകൾ പിക്ലുവിൻ്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോയി. പിക്ലു ആനന്ദത്തോടെ കൈകൊട്ടി. പിക്ലു അതിരാവിലെ തന്നെ ഉണർന്നു. അവൻ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് പൂന്തോട്ടത്തിലിറങ്ങി. പൂന്തോട്ടത്തിലെത്തിയ അവൻ പക്ഷികളെ തിരഞ്ഞു. അപ്പോൾ എന്താണ്? ഇതേ മാതൃകയിൽ തുടർന്നുള്ള വാക്യങ്ങളും മാറ്റി എഴുതുക എന്നല്ലേ. ഇവിടെ പിക്ലുവിന് പകരം നോക്കൂ, അവൻ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് പൂന്തോട്ടത്തിൽ ഇറങ്ങി എന്നല്ലേ. അതുപോലെ തന്നെ എന്താണ്? പൂന്തോട്ടത്തിലെത്തിയ പിക്ലുവിന് പകരം അവൻ എന്ന് ആക്കിയല്ലേ. അവൻ പക്ഷികളെ തിരഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള ഭാഗവും നമുക്ക് ഇതുപോലെ എഴുതാലോ. ഓക്കെ,
പിക്ലു അതിരാവിലെ തന്നെ ഉണർന്നു. അവൻ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് പൂന്തോട്ടത്തിലിറങ്ങി. പൂന്തോട്ടത്തിലെത്തി അവൻ പക്ഷികളെ തിരഞ്ഞു. പലതരം പക്ഷികളെ അവൻ കണ്ടു. ഓരോരുത്തരായി അവനെ സന്തോഷപൂർവ്വം എതിരേറ്റു. 2 മൈനകൾ അവൻ്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോയി. അവൻ ആനന്ദത്തോടെ കൈകൊട്ടി. ഇവിടെ നമ്മൾ ആ പിക്ലു എന്നുള്ളതിന് പകരം എന്താണ് ഉപയോഗിച്ചത്? വേടാണ് യെസ്, അവൻ എന്ന് ഉപയോഗിച്ചല്ലേ. മാറ്റി എഴുതിയപ്പോൾ എന്താണ് ചോദിച്ചിട്ടുള്ളത്? മാറ്റി എഴുതിയപ്പോൾ ഉപയോഗിച്ച പദം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. പിക്ലു എന്നതിന് പകരം നമ്മൾ അവൻ എന്ന സർവനാമമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെ എഴുതിയപ്പോൾ ഉണ്ടായ വ്യത്യാസം എന്താണ്? ചർച്ച ചെയ്യുക എന്ന് പറയുകയല്ലേ. എന്താണ് ഇങ്ങനെ എഴുതിയപ്പോൾ ഉണ്ടായ വ്യത്യാസം കൂട്ടുകാരെ? അത് നമ്മൾ ഒരുപാട് വട്ടം ഇതിൽ സെൻറ്റൻസിൽ എന്താണ് പിക്ലു പിക്ലു എന്നിങ്ങനെ പറയുന്നുണ്ടല്ലേ. അപ്പോൾ അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? ആവർത്തനം ഒഴിവാക്കാൻ പറ്റുന്നുണ്ടല്ലേ. അതായത് ആദ്യ വാചകത്തിൽ പിക്ലു എന്ന പേര് തുടർച്ചയായി ഉപയോഗിക്കപ്പെടുന്നു. അല്പം മടുപ്പ് തോന്നിപ്പിക്കുന്നുണ്ടല്ലേ. നമ്മൾ പിക്ലു 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 തന്നെ തുടർച്ചയായിട്ട് പറയുന്നില്ലേ. യെസ്, രണ്ടാമത്തെ വാചകത്തിൽ എന്ത് ചെയ്യുക? നമുക്കത് അവൻ എന്ന സർവനാമം ഉപയോഗിക്കുന്നത് ഈ ആവർത്തനം ഒഴിവാക്കുകയും വായന കൂടുതൽ സുഗമമാക്കുകയും ചെയ്യുന്നു. വ്യത്യാസം തിരിച്ചറിയാമെന്നുള്ളതാണല്ലേ. പിക്ലു ദുഃഖിതനായിരുന്നു. അമ്മ ദുഃഖിതനായിരുന്നു. അവർ ദുഃഖിതരായിരുന്നു. പിക്ലു ദുഃഖിതനായിരുന്നു. അമ്മ ദുഃഖിതയായിരുന്നു. അവർ ദുഃഖിതരായിരുന്നു. അടിവരയിട്ട പദങ്ങൾ വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ട്? ചർച്ച ചെയ്യുക. ഇത്തരത്തിൽ മാറ്റം വരുന്ന പദങ്ങൾ ഉൾക്കൊള്ളുന്ന കൂടുതൽ വാക്യങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. ഇവിടെ നോക്കൂ, ഫസ്റ്റ് പിക്ലു ആണല്ലേ. ഇവിടെ എന്താണ്? പിക്ലു ദുഃഖിതനായിരുന്നു. അവിടെ എന്താണ്? പുരുഷനെ സൂചിപ്പിക്കുകയല്ലേ. പിക്ലു എന്താണ്? ഒരു പുരുഷനല്ലേ. ദെൻ ദുഃഖിതയായിരുന്നു. അവിടെ അമ്മ എന്താണ്? സ്ത്രീയാണല്ലേ. അമ്മ സ്ത്രീ. അപ്പം അമ്മ ദുഃഖിതയായിരുന്നു. ദെൻ അവർ എന്നുള്ളത് നോക്കൂ, എന്താണ്? പുരുഷന്മാരെയും സ്ത്രീകളെയും കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അവിടെ എന്താ വന്നത്? ദുഃഖിതരായിരുന്നു എന്നാണല്ലേ. അതായത് ഇവിടെ എന്താണ്? ക്രിയയുടെ ലിംഗവചനങ്ങൾക്കനുസരിച്ചുള്ള മാറ്റമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഈ പദങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അല്ലേ. ഇതുപോലെ ലിംഗവചനങ്ങൾക്കനുസരിച്ച് മാറുന്നതും മാറാത്തതുമായ പ്രയോഗങ്ങളുടെ ചില ഉദാഹരണങ്ങൾ നമുക്കിവിടെ എഴുതാം. ഏതൊക്കെയാണ്? രാമു നല്ലവനായിരുന്നു. ശോഭ നല്ലവളായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് എഴുതാം. രാമു നല്ലവനായിരുന്നു. ശോഭ നല്ലവളായിരുന്നു. ദെൻ നെക്സ്റ്റ് രാമുവും ശോഭയും നല്ലവരായിരുന്നു. ദെൻ രാമു സുന്ദരനായിരുന്നു. ശോഭ സുന്ദരിയായിരുന്നു. രാമുവും ശോഭയും സുന്ദരരായിരുന്നു. രാമു പറഞ്ഞു, ശോഭ പറഞ്ഞു, രാമുവും ശോഭയും പറഞ്ഞു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ കൂടുതൽ വാചകങ്ങൾ എഴുതുക. ദെൻ ഉപന്യാസം തയ്യാറാക്കാം അല്ലേ. നോക്കാം നമുക്ക്. വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ ഞാൻ ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ. ബാലാമണിയമ്മയുടെ വരികളാണല്ലേ. ഇതിന് കുമാരനാശാൻ. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. മനസ്സിലെ കിളി എന്ന കഥ മുകളിൽ കൊടുത്ത കവിതാ ശകലങ്ങൾ എന്നിവ വിശകലനം ചെയ്ത് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. സ്വാതന്ത്ര്യത്തെ കുറിക്കുന്ന കൂടുതൽ കവിതാ ഗാനശകലങ്ങൾ കണ്ടെത്തി രചനയിൽ ഉൾപ്പെടുത്തുമല്ലോ എന്നും ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ എന്താണ് കൂട്ടുകാർ? ഉപന്യാസമാണല്ലേ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എഴുതാം. മുകളിൽ കൊടുത്തിരിക്കുന്ന വർണ്ണനാ ഭാഗം വായിച്ച് നിങ്ങളുടെ പ്രദേശത്തെ ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. സ്വാതന്ത്ര്യം എന്ന അവകാശം, സ്വാതന്ത്ര്യം എന്നത് ഏതൊരു ജീവിയുടെയും ജന്മ അവകാശമാണ്. സ്വതന്ത്രമായി ജീവിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവ് ജീവിതത്തിൻ്റെ സത്തയാണ്. ഈ അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ അത് വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും വളർച്ചയെ മുരടിപ്പിക്കുന്നു. മനസ്സിലെ കിളി എന്ന കഥ പിക്ലു എന്ന കുട്ടിയുടെയും ഒരു മൈനയിലൂടെയും സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. കൂട്ടിലടയ്ക്കപ്പെട്ട മൈനയുടെ ദുഃഖവും സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. കൂട്ടിലടയ്ക്കപ്പെട്ട മൈനയുടെ ദുഃഖവും സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ സന്തോഷവും കഥയിൽ വരച്ചു കാട്ടുന്നു. മൈനയുടെ അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയും സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദവുമാണ്. മൈനയുടെ മോചനത്തിലൂടെ പിക്ലു തൻ്റെ സഹാനുഭൂതിയും ദയയും പ്രകടിപ്പിക്കുകയും സ്വാതന്ത്ര്യത്തിനായുള്ള മൈനയുടെ ആഗ്രഹത്തെ മാനിക്കുകയും ചെയ്യുന്നു. ബാലാമണി അമ്മയുടെ കവിതയിൽ കൂട്ടിലടച്ച കിളിയുടെ വാക്കുകളിലൂടെ സ്വാതന്ത്ര്യത്തിനായുള്ള ആഗ്രഹം പ്രകടമാകുന്നു.
വിട്ടയക്കുക കൂട്ടിൽ നിന്ന് ഞാനൊട്ടുവാനിൽ പറന്നു നടക്കട്ടെ എന്ന വരികൾ സ്വാതന്ത്ര്യത്തിനായുള്ള ദാഹം വ്യക്തമാക്കുന്നു. കൂട് ഒരു സുരക്ഷിതത്വം നൽകുന്നുണ്ടെങ്കിലും അത് കിളിയുടെ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും പരിമിതപ്പെടുത്തുന്നു. ഈ കവിത നമ്മോട് പറയുന്നത് സ്വാതന്ത്ര്യം എന്നത് കേവലം സുരക്ഷയല്ല, മറിച്ച് സ്വപ്നങ്ങൾ പിന്തുടരാനും ജീവിതം പൂർണ്ണമായി ആനന്ദിക്കാനുള്ള അവസരം കൂടിയാണെന്നാണ്. കുമാരനാശാന്റെ കവിതയാകട്ടെ മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം ഉയർത്തിക്കാട്ടുന്നു. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന വരികൾ സ്വാതന്ത്ര്യത്തിന്റെ അമൂല്യതയെ ഊന്നിപ്പറയുകയും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നത് മരണത്തേക്കാൾ ഭയാനകമാണെന്ന് കവി ചൂണ്ടിക്കാട്ടുന്നു. ഈ കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്വാതന്ത്ര്യം എന്നത് ഒരു വ്യക്തി അസ്തിത്വത്തിന്റെയും അന്തസ്സിന്റെയും അടിസ്ഥാനമാണെന്നാണ്. നമുക്ക് ചുറ്റുമുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ കൂട്ടുകാരും എന്ത് ചെയ്യുക, ഈ കവിതാ ശകലങ്ങളൊക്കെ വിശകലനം ചെയ്ത് ഉപന്യാസം തയ്യാറാക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ കൂട്ടുകാരെ? കഥാപാത്ര നിരൂപണമാണല്ലേ. ഈ കഥയിലെ പ്രധാന കഥാപാത്രമാണ് പിക്ലു. അവൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്? പിക്ലു: രൂപപ്രായം, വേഷം, സ്വഭാവം, പ്രകൃതി നിരീക്ഷണം പോലുള്ള സവിശേഷതകൾ. അതുപോലെ കിളികളോടുള്ള ഇടപെടൽ. ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് കണ്ടെത്തിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി എന്ത് ചെയ്യുക, നിങ്ങളെ കഥാപാത്ര നിരൂപണം എഴുതുക. ഓക്കെ, നമുക്ക് പിക്ലുവിനെ കുറിച്ചുള്ള ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കാം. ബിമലേന്ദ്ര ചക്രവർത്തി എഴുതിയ മനസ്സിലെ കിളി എന്ന കുട്ടിക്കഥയിലെ പ്രധാന കഥാപാത്രമാണ് പിക്ലു. പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടിയാണ് അവൻ. പ്രകൃതിയെ എല്ലാ ജീവജാലങ്ങളോടും വളരെ സ്നേഹത്തോടെ അതിരിട്ട കാരണത്തോടെ പെരുമാറുന്ന കുട്ടി എന്ന നിലയിൽ പിക്ലു വലിയവനായി തീരുന്നു ഇവിടെ. കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് പിക്ലു. 4 കുടുംബത്തിലെ ഇളയ പുത്രൻ. അവന് സന്തോഷമാകണമെങ്കിൽ രാവിലെ എണീറ്റ ഉടനെ പക്ഷികളുടെ ശബ്ദം കേൾക്കണം. അതിനായി രാവിലെ പൂന്തോട്ടത്തിൽ ഉലാത്തും അവൻ. ഇവിടേക്ക് വരുന്ന വിവിധതരം പക്ഷികളെ സ്നേഹത്തോടെ ലാളിക്കുന്നവൻ. അവനെ കാണുന്നത് കിളികൾക്കും എത്ര സന്തോഷമാണെന്നോ. പിക്ലുവിൻ്റെ ചേട്ടനായ ഡോട്ടൻ ഒരു ദിവസം ഒരു കിളിയെ പിടിച്ചുകൊണ്ടുവന്ന് കൂട്ടിൽ കെട്ടിയിട്ടു. അതിൻ്റെ ദീനരോധനം കേട്ടുകൊണ്ടാണ് അവൻ അന്നേ ദിവസം ഉണർന്നു വന്നത്. അവൻ ആ കാഴ്ച കണ്ട് സങ്കടം സഹിക്കവയ്യാതെയായി. അമ്മയിൽ നിന്നും ഈ ക്രൂരകൃത്യം ചെയ്ത് തൻ്റെ ചേട്ടനാണെന്ന് അവൻ മനസ്സിലാക്കി. അവൻ കൂട് തുറന്ന് പക്ഷിയുടെ കെട്ടഴിച്ച് അതിനെ കയ്യിലെടുത്തു. അമ്മയുടെ സഹായത്താൽ അതിൻ്റെ മുറിവുകളിൽ മരുന്ന് വെച്ച് അതിനെ പറത്തിവിട്ടു. അപ്പോഴും അവനൊരു സങ്കടം ബാക്കിയായിരുന്നു. കാട്ടിൽ നിന്നും പിടിച്ചു കൊണ്ടുവന്ന കൂട്ടിലടയ്ക്കപ്പെട്ട കിളിക്ക് അതിൻ്റെ അമ്മയെ കാണാനൊക്കുമോ എന്ന്. കിളികളെ പിടിച്ചു കൊണ്ടുവന്ന് കൂട്ടിലടച്ചത് തൻ്റെ ചേട്ടനായ ഡോട്ടനോട് തർക്കിക്കുന്നുണ്ട്. തൻ്റെ രോഷം മുഴുവൻ ചേട്ടനോട് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ ഇതിലൂടെ കിളികളോടുള്ള ഇഷ്ടം പ്രഖ്യാപിക്കുകയാണ് പിക്ലു. പ്രകൃതിയിലെ ജീവജാലങ്ങളെല്ലാം അതിൻ്റെ തനത് ഇടങ്ങളിലാണ് ജീവിക്കേണ്ടതും വളരേണ്ടതും. സ്വാഭാവികമായും അതിനെ തടവറയിലടയ്ക്കുന്നത് സ്വാതന്ത്ര്യത്തെ നിഷേധിക്കലാണ്. ഒരു ജനാധിപത്യവാദിയായ വലിയ മനുഷ്യനായി കുഞ്ഞു പിക്ലുവിനെ ഈ കഥയിൽ കാണാം. ഈ കഥയിലെ മികച്ച കഥാപാത്രങ്ങളിൽ ഒരാളാണ് പിക്ലു. പ്രകൃതി സ്നേഹവും സ്വാതന്ത്ര്യബോധവും അവൻ്റെ പ്രായത്തിലുള്ള കുട്ടിയിൽ നിന്ന് കാണാവുന്ന നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്നു. ആ ബോധ്യം മറ്റുള്ളവരിലേക്കും പകരാൻ നമുക്ക് കഴിയണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്തതായി പ്രവർത്തനം എന്താണ്? സംഭാഷണം തയ്യാറാക്കി അഭിനയിക്കാം എന്നുള്ളതാണ് അല്ലേ. മനസ്സിലെ കിളി എന്ന കഥയിലെ കഥാപാത്രങ്ങൾ നടത്താനിടയിലുള്ള സംഭാഷണം എഴുതുക. ചെറുസംഘങ്ങളായി നാടക രൂപത്തിൽ അവതരിപ്പിക്കുക. അപ്പോൾ ഒരു സംഭാഷണം ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നാടക രൂപത്തിൽ ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പോൾ പിക്ലു: ടോട്ടൻ എന്തിനാണ് മൈനയെ കൂട്ടിലടച്ചത്? അപ്പോൾ പിക്ലു ടോട്ടനോട് ചോദിക്കുകയാണ്, എന്തിനാണ് മൈനയെ കൂട്ടിലടച്ചത്? അപ്പോൾ ടോട്ടൻ എന്താ പറയുന്നത്? അതിനെ വളർത്താനാണ്, അതിൻ്റെ പാട്ട് കേൾക്കാൻ എനിക്കിഷ്ടമാണ്. പിക്ലു: പക്ഷെ അത് സങ്കടത്തിലാണെന്ന് കാണുന്നില്ലേ, അതിനെ പരിചരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, അത് പെട്ടെന്ന് ഇണങ്ങും. പിക്ലു എന്താ പറയുന്നത്? പക്ഷികൾക്ക് സ്വാതന്ത്ര്യമാണ് വേണ്ടത്, അവയെ കൂട്ടിലടയ്ക്കുന്നത് ശരിയല്ല. അപ്പോൾ ടോട്ടൻ പറയാണ്, നീ പറയുന്നത് ശരിയായിരിക്കും, പക്ഷെ എനിക്കിപ്പോൾ അതിനെ വിടാൻ തോന്നുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ടോട്ടൻ പുറത്തേക്ക് പോവുകയാണല്ലേ. അപ്പം അമ്മ: പിക്ലു, നീ പറയുന്നത് ശരിയാണ്, പക്ഷികൾക്ക് സ്വാതന്ത്ര്യമാണ് വേണ്ടത്, അതിനെ തുറന്നു വിടണമെന്ന് എനിക്കുണ്ട്. പക്ഷേ ടോട്ടൻ അറിഞ്ഞാൽ. അപ്പോൾ പിക്ലു: എനിക്ക് ആ മൈനയുടെ സങ്കടം കണ്ടിരിക്കാൻ കഴിയുന്നില്ല. ടോട്ടൻ ദേഷ്യപ്പെട്ടാലും സാരമില്ല, ഞാൻ അതിനെ തുറന്നു വിടുകയാണ്. മൈന പിക്ലുവിനെ നോക്കി ചിലയ്ക്കുന്നു. പിക്ലു മൈനയോട്: പേടിക്കേണ്ട, ഞാൻ നിന്നെ വിട്ടയക്കാം. പിക്ലു മൈനയുടെ കൂട് തുറന്ന് അതിനെ പുറത്തു വിടുന്നു. പിക്ലു: ഇനി നീ സ്വതന്ത്രയാണ്, നിന്റെ അമ്മയെ കണ്ടുപിടിക്കാൻ പോകും. അപ്പം മൈന എന്താ പറയുന്നത്? മൈന സന്തോഷത്തോടെ പറന്നു പോവുകയാണല്ലേ. അപ്പം പിക്ലു സന്തോഷത്തോടെ കൈകൊട്ടുന്നു. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലൊരു രംഗം
അവതരിപ്പിക്കാം. എന്ത് രൂപത്തിലാണ്? യെസ്, നമുക്ക് നാടക രൂപത്തിൽ നിങ്ങളുടെ ക്ലാസ്സിൽ അവതരിപ്പിക്കാവുന്നതാണ്. ദെൻ ഔചിത്യം കണ്ടെത്താം. ഇളങ്കാറ്റ് തെല്ലെന്നു തൊട്ടെന്നുവെന്നാൽ എന്ന ശീർഷകം ഈ യൂണിറ്റിന് എത്രമാത്രം യോജിക്കുന്നു? ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങളിലെ ആശയങ്ങളുമായി ബന്ധപ്പെടുത്തി ശീർഷകത്തിൻ്റെ ഔചിത്യം പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. മനോഹരമായ പ്രകൃതിയുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാണ് കേരളം. പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ട് പ്രകൃതിയെ കാണാനും ആസ്വദിക്കാനും കഴിവുള്ളവരാണ് നമ്മൾ. പ്രകൃതിയുടെ ശാന്തതയും സൗന്ദര്യവും മനുഷ്യ മനസ്സിലുണ്ടാവേണ്ട നന്മകളെയും വരച്ചു കാണിക്കുന്ന കൃതികളാണ് ഇളങ്കാറ്റ് തെല്ലൊന്നും തൊട്ടെന്ന് വന്നാൽ എന്ന യൂണിറ്റിലുള്ളത്. മൂന്നാറിൽ പതിറ്റാണ്ടുകൾക്കിടയിൽ പൂക്കുന്ന കുറിഞ്ഞിപ്പൂവെന്ന വിസ്മയ കാഴ്ചയെക്കുറിച്ചാണ് ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്ന ലേഖന ഭാഗത്തിൽ സുഗതകുമാരി പറയുന്നത്. എല്ലാവരും ഈ കാഴ്ചകൾ കാണേണ്ടതിൻ്റെയും ഒപ്പം എല്ലാ കാലത്തേക്കും ഈ കാഴ്ചകൾ നിലനിർത്തേണ്ടതിൻ്റെയും പ്രാധാന്യം ലേഖിക സൂചിപ്പിക്കുന്നു. ഒരു ദിനാന്ത സഞ്ചാരം എന്ന വള്ളത്തോൾ കവിതാഭാഗം ഒരു കുന്നിൻ്റെ ദൂരക്കാഴ്ചകളോടൊപ്പം അടുത്ത് എത്തുമ്പോഴുണ്ടാകുന്ന ആ കാഴ്ചയിലെ മാറ്റങ്ങളെ നമുക്ക് അനുഭവവേദ്യമാക്കുന്നു. പ്രകൃതിയിലെ ജീവജാലങ്ങളോട് സ്നേഹത്തോടെ പെരുമാറാനും കൂട്ടിലടയ്ക്കാതെ അവയുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു കഥയാണ് മനസ്സിലെ കിളി. പിക്ലു എന്ന കുട്ടിയിലൂടെയും ഒരു മൈനയിലൂടെയും സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന കഥയാണിത്. പ്രകൃതിക്കും മനുഷ്യനും ഒരുപോലെ കുളിർമ പകരുന്ന ഇളങ്കാറ്റ് പോലെ പ്രകൃതിയുടെ സൗന്ദര്യവും സംരക്ഷണവും സ്വാതന്ത്ര്യം എന്നത് അവകാശം പകർന്നു നൽകുന്ന ഈ യൂണിറ്റിന് ഇളങ്കാറ്റ് തെല്ലൊന്ന് തൊട്ടെന്ന് വന്നാൽ എന്ന ശീർഷകം ഏറെ ഉചിതമാണ്. അടുത്ത പ്രവർത്തനം എന്താണ്? മുകളിൽ കൊടുത്തിരിക്കുന്ന വർണ്ണനാഭാഗം വായിച്ച് നിങ്ങളുടെ പ്രദേശത്തെ വയൽക്കാഴ്ചകൾ, പുഴയോര കാഴ്ചകൾ, ആകാശ കാഴ്ചകൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ചുള്ള കാഴ്ച അനുഭവം വർണ്ണിക്കുക എന്നാണ് അതേ പറഞ്ഞിട്ടുള്ളത്. മുകളിൽ കൊടുത്തിരിക്കുന്ന വർണ്ണനാഭാഗം നിങ്ങൾ വായിച്ചു നോക്കുമല്ലോ. ഓക്കെ, നമുക്ക് കാഴ്ച അനുഭവം എഴുതാമല്ലേ. ആകാശം കണ്ണെത്തുന്നിടത്തോളം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങൾക്ക് നടുവിലൂടെയാണ് ഞാനെന്നും സ്കൂളിലേക്ക് നടന്നു പോകാറ്. വരമ്പിലൂടെ നടക്കുമ്പോൾ പച്ചപ്പരവതാനിയിലൂടെ നടക്കുന്ന പ്രതീതിയാണ്. ഓരോ കാറ്റിനും ഇളകി വരമ്പുകൾക്കിടയിൽ പച്ചപ്പരവതാനിയിലെ തിരമാലകൾ പോലെ അവ ചലിക്കുന്നു. കുട്ടിക്കാലം മുതൽ കണ്ടു ശീലിച്ച് കാഴ്ചകൾക്കിടയിൽ എപ്പോഴും പുതുമയുണ്ട്. മഴക്കാലം വരുമ്പോൾ വയലുകൾ വെള്ളം നിറഞ്ഞ് കണ്ണാടി പോലെ മിന്നിത്തിളങ്ങും. മാനത്തെ നീലയും വെള്ളയും മേഘങ്ങളും ഈ വെള്ള കണ്ണാടിയിൽ പ്രതിഫലിക്കും. ചിലപ്പോൾ വെള്ളത്തിൽ ചാഞ്ഞും ചെരിഞ്ഞും നീണ്ടുകിടക്കുന്ന തെങ്ങിൻ നിഴലുകൾ കാണാം. വയലിനു നടുവിൽ കാണുന്ന കൊച്ചു തുരുത്തുകളിൽ ചിലപ്പോൾ വെള്ളത്തിൽ തലയുയർത്തി നിൽക്കുന്ന കൊറ്റികളെ കാണാം. വെള്ളത്തിൽ മുങ്ങി ഇര തേടുന്ന കൊറ്റിയുടെ കാഴ്ച എത്ര കണ്ടാലും മതി വരില്ല. വിളവെടുപ്പ് കാലം ഒരു ഉത്സവം പോലെയാണ്. കൊയ്ത്തുകാർ കൂട്ടം കൂട്ടമായി വയലിലിറങ്ങി നെൽക്കതിരുകൾ വെട്ടി അവ കറ്റകളാക്കി കൂട്ടുവയ്ക്കും. അപ്പോൾ വയലുകൾ സ്വർണ്ണ നിറത്തിൽ തിളങ്ങും. ഈ സ്വർണ്ണ കതിരുകൾക്കിടയിൽ ഓടിക്കളിക്കുവാൻ ഞങ്ങൾ കുട്ടികൾക്കും ഏറെ ഇഷ്ടമാണ്. വയലുകൾ എന്നും എന്നെ വിസ്മയിപ്പിക്കുന്നു. അവയുടെ ഓരോ ഭാവവും കാഴ്ചയും എനിക്ക് പ്രിയപ്പെട്ടതാണ്. അപ്പം നിങ്ങളും എന്ത് ചെയ്യുക? അതുപോലെ നിങ്ങളുടെ പ്രദേശത്ത് വയൽ കാഴ്ചയോ പുഴയോര കാഴ്ചയോ ആകാശ കാഴ്ചയോ ഇവയിലേതെങ്കിലും ഒന്നിനെക്കുറിച്ച് കാഴ്ചാനുഭവം വർണ്ണിച്ച് എഴുതുക. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ പാഠഭാഗവും ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.